അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു ഖബില മൗതിഹി ബിസലാസതി അയ്യാം യഖൂലു ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജൽ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് പറയുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളിൽ ഒരാളും അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരമുള്ളവനായിരിക്കലല്ലാതെ നിങ്ങൾ മരിക്കരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു. മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് പറയുന്നു, ഒരാളും മരിക്കുന്ന സമയത്ത് അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കാത്ത രീതിയിൽ ഒരാളും മരിച്ചു പോകരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് 5ാമത്തെ കാര്യം, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം. അല്ലാഹു സർവ്വതിനും കഴിവുള്ളവനാ. ക്യാൻസർ തന്ന എന്തിനാ സഹോദര? എത്രയോ പേര് ഇവിടെ വയലിന് ഉസ്താദേ ടെസ്റ്റിന് അയച്ചു, ഡോക്ടർ പറയുന്നു എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, 2ാമതും ഒരു സ്കാനിങ് ഉണ്ട്, ഒന്നുമില്ല എന്ന് പറയണം. ദുആ ചെയ്തു. ആദ്യത്തെ ടെസ്റ്റിൽ എന്തോ രോഗമുണ്ട്, 2ാമത്തെ ടെസ്റ്റിൽ രോഗമില്ല. നോക്കിയ ഡോക്ടർ കണ്ണു തള്ളിയിട്ട് ചോദിക്കുന്നു എന്തേ സംഭവിച്ചതെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആദ്യത്തെ ടെസ്റ്റിൽ ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു പ്രയാസം കാണുന്നുണ്ട്, ക്യാൻസറിന്റെ അടയാളമാണെന്ന് തോന്നുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഒറ്റ ആഴ്ച കൊണ്ട് അത് മാറ്റിയവനാരാ? അല്ലാഹ്. അതാ നമ്മൾ മനസ്സിലാക്കേണ്ട. അല്ലാഹ്ക്ക് കഴിയുമെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.